ഹലോ, ഇന്ന് വൈകുന്നേരത്തെ ദീച്ചുകുട്ടിന് കൊടുക്കുന്ന സ്നാക്സാണിത്. അവൾക്കിന്ന് പഴം നുറുക്കിയിട്ട് അത് നെയ്യിലിട്ട് വേവിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ, വെള്ളപ്പച്ചട്ടിയാണ് ഇരുമ്പിൻ്റെ. അതിലാണ് ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അവൾക്ക് കൊടുക്കൽ. ഇപ്പോൾ പഴമൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നെയ്യ് ഒഴിക്കുകയാണ്. നാടൻ നെയ്യാണ് കേട്ടോ, ഒരു വീട്ടിൽ നിന്ന് പശുള്ളൊരു വീട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് നാടൻ നെയ്യ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ പഴമിട്ട് ഒന്ന് അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ടിട്ടും ഇളക്കിയിട്ടൊക്കെയാണ് അത് വേവിച്ചിട്ട് എടുക്കുക. നന്നായി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് വയ്ക്കും. കുറച്ചും കൂടെ ഉണ്ടാവും. ഞാൻ കുറച്ചിട്ടിട്ടാണ് വേവിക്കുക. കുറേ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ശരിയാവില്ല. ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ടാണ്. അപ്പം അതൊക്കെ വേവിച്ചിട്ട് അതിൽ വേവിച്ചതിന് ശേഷം ഒരു നുള്ള് പഞ്ചസാര ഇടും. വേവിച്ചിട്ട് പ്ലേറ്റിലിട്ടിട്ട് അതിലാണ് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ഇട്ടിട്ട് ചേർത്തിട്ടാണ് മോൾക്ക് കൊടുക്കുക. ഇതവൾക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല, അവൾ കഴിക്കാറുണ്ട്. അപ്പം അത് കഴിഞ്ഞു. പഴം വേവിച്ച് വെച്ചതാണ്. നുള്ള് പഞ്ചസാര ഇട്ടുണ്ടായിരുന്നു. പഞ്ചസാര ഇട്ട് ഞാൻ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾക്ക് കൊടുക്കുകയാണ്. വൈകുന്നേരത്തതാണ് കേട്ടോ, 4 മണി നേരത്തെ. ബനാന. അപ്പോൾ പഴം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അമ്മമ്മ വന്നപ്പോൾ തന്നെ അമ്മമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയിണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അമ്മമ്മയും കുട്ടിയും കൂടിയിട്ടാവും. നമ്മളൊന്നും നോക്കണ്ട, അമ്മയും കുട്ടിയും കൂടിയിട്ട് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ പാപ്പത്തിനെ വിളിച്ചപ്പോൾ അമ്മമ്മേനെ കൂട്ടിയിട്ട് വരികയാണ്. നമുക്കൊന്ന് നോക്കണം. ഇനി നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.